സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന ഒരു ക്യാബേജ് തോരനായിട്ടും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മസാലകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചു. പിന്നെ ചീനിച്ചട്ടിക്കും വെച്ച് ഇതൊക്കെ ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുക. ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതായത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെയുള്ള ഒരു ക്യാബേജ് തോരനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു ക്യാബേജ് ഇതേപോലെ നന്നായിട്ട് ചെറുതാക്കി കൊത്തിരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മളിതാ ഒരു മീഡിയം വലുപ്പമുള്ള ഒരു ചെറിയൊരു സബോള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് ഇത്തിരിയോളം കുറച്ചൊരു ഇഞ്ചി ഇട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ളത് കുറച്ച് പച്ചമുളക്. അപ്പോൾ നമ്മളിതിലൊരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് വട്ടത്തിൽ കനം കുറഞ്ഞതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ 2 കതിരി കറിവേപ്പിലയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ കൈ കൊണ്ട് ഒന്ന് പിച്ച് ചീന്തിയ പോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളതാണ് നാളികേരം. അപ്പോൾ ഞാനിത് 2 പിടി നാളികേരമായിട്ടോ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടില്ല, അത്രയും മഞ്ഞൾപ്പൊടിയായിട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം നമ്മുടെ ഈ മസാലകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ എല്ലായിടത്തേക്ക് ആവേണ്ട രീതിയിൽ തന്നെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിതിൽ ഉപ്പൊന്നും ഇടില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഇടുള്ളൂ. ഇനി നമുക്കിതാ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടിയൊക്കെ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ളത് ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്കായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് കടുകായിട്ട് ഇട്ട് കൊടുത്തത്. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങി. ആ സമയത്ത് നമ്മളതിലേക്ക് ഇതാ ഒരു 2 ഒറ്റമുളക് നടുമുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ. ഉഴുന്നൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കളർ മാറി വരുന്നതോട് കൂടി തന്നെ നമ്മളിതാ ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് മൂടി വയ്ക്കുക, ഒന്നും ചെയ്യില്ല, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മുടെ ക്യാബേജ് നല്ല വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഉലർന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. ക്യാബേജൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ വെലിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ക്യാബേജ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഇടുമ്പോൾ എപ്പോഴും കുറച്ച് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്യാബേജ് റെഡി ആവട്ടെ. അത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിനും പെട്ടെന്നൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ നമ്മുടെ ഈ ക്യാബേജ് തോരൻ. ഉപ്പൊക്കെ ഇട്ട് നോക്കി നമ്മൾ നന്നായിട്ട് എല്ലായിടത്തേക്കും നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യകൾക്കൊക്കെ നമുക്ക് എണ്ണം കൂടുതൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ക്യാബേജ് തോരൻ. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടോ. ക്യാബേജ് തോരൻ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാറില്ലേ ഷായിട്ടാ? ആ തോരൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ സ്മിത പറഞ്ഞോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തോരൻ. സദ്യകൾക്കുള്ള തോരന്മാര് തന്നെയാട്ടാ അല്ലേ? അപ്പൊ ഈ ഓണത്തിന് തോരൻ ഉണ്ടാക്കണ്ടെങ്കിൽ ഇതന്നെ എല്ലാവരും ഒന്നെടുത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ.